മന്നത്ത് പത്മനാഭന്റെ 149-ാം ജയന്തിയാണെന്ന ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, ഏതൊക്കെ രീതിയിലാണ് ഇന്നത്തെ ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? വിപുലമായ ക്രമീകരണങ്ങളാണ് ചങ്ങനാശ്ശേരിയിൽ ഒരുക്കിയിട്ടുള്ളത്. 30,000-ൽ പരം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഈ പൊതുസമ്മേളനം വീക്ഷിക്കാൻ വേണ്ടി, മന്നം ജയന്തി ആഘോഷത്തിൻ്റെ പൊതുസമ്മേളനം വീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് മുന്നോടിയായി രാവിലെ 7 മണി മുതൽ ചങ്ങനാശ്ശേരി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ എത്തി മന്നം ജയന്തിയിൽ പുഷ്പാർച്ചന നടത്തുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടിയാണ് മന്നം ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ്, മുൻ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹമാണ് ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഗാനരചയിതാവായിട്ടുള്ള രാജീവ് ആലുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും NSS എടുത്ത നിലപാടുകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെയാണെങ്കിൽ കൂടിയും NSSൻ്റെ നിലപാടുകൾ പുറത്തു വന്നിരുന്നു. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ NSS തങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി ഇന്നലെ അരക്കിട്ടുറപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കാരണം സർക്കാരും അന്വേഷണ ഏജൻസികളും നടത്തുന്ന അന്വേഷണത്തിൽ സംതൃപ്തിയുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിൽ പോകുന്ന അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയാണ് NSS മുമ്പ് രേഖപ്പെടുത്തിയതും ഏറ്റവും ഒടുവിൽ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനെ ചില ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന പരിശ്രമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ NSSനെ കൂട്ടിക്കെട്ടേണ്ട സാഹചര്യമില്ല. നിലവിലത്തെ അന്വേഷണത്തിൽ NSS സംതൃപ്തരാണ്. എന്തെങ്കിലും വ്യതിചലനങ്ങൾ ഉണ്ടായാൽ അപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്നലെയും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മന്നം ജയന്തി ആഘോഷത്തിൻ്റെ 149ാമത് ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടിൽ അദ്ദേഹം പ്രതിപാദിച്ചത്. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കാരണം കാതോർക്കുന്നത്. വിനിഷ.